ജമീമ റോഡ്രിഗസിനെ കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. കഴിഞ്ഞ ലോകകപ്പിനിടയിൽ സെമി ഫൈനലിൽ ഇന്ത്യയുടെ വിജയത്തിന് ശേഷം ആ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച രഹസ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദൈവവചനമാണ് ജമീമ പറഞ്ഞത്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം: കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ലോകത്തിനു മുമ്പിൽ അവളുടെ വലിയ സാക്ഷ്യം ക്രിസ്ത്യാനികളെല്ലാവരും കോരിത്തരിച്ചിരുന്നു പോയ നിമിഷമായിരുന്നു. അത്രയേറെ ധൈര്യമായിട്ടാണ് അവൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയത്. ശിമയോനോട് കർത്താവ് പറയുന്നുണ്ട് കടലിലേക്ക് വലയിറക്കാനായിട്ട്. ശിമയോൻ ഈശോയോട് പറയുന്നുണ്ട്, ഞങ്ങൾ രാത്രി മുഴുവനും വലയിറക്കിയിട്ട് ഞങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടിയില്ല. നീ പറഞ്ഞനുസരിച്ച് ഞങ്ങൾ വീണ്ടും വലയിറക്കാം. അപ്പോൾ കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ശിമയോൻ കർത്താവിൻ്റെ കാൽക്കൽ വീണ്, പാപിയായ ഞങ്ങളിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ നോക്കി കർത്താവ് തൻ്റെ ശിഷ്യരാക്കി അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുന്നു. ഇന്ന് കർത്താവിൻ്റെ ശിഷ്യരായിട്ട് ലോകത്തിൽ ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. കർത്താവിനെ പോലെ സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യമായി കർത്താവിനെ പോലെ നന്മ ചെയ്യുവാനായിട്ട്, കർത്താവിൻ്റെ നല്ല ശിഷ്യരായിട്ട് കർത്താവിൻ്റെ സന്ദേശം എങ്ങും അറിയിക്കുന്ന നല്ല മക്കളായി നമ്മൾ ജീവിക്കേണ്ടവരാണ്. അതിനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് നല്ല തീരുമാനമെടുക്കാം. ഈശോയെ പോലെ സ്നേഹിക്കാനായിട്ട്, ഈശോയെ പോലെ വളരുവാനായിട്ട്, ഈശോയെ പോലെ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.